ഗുരു, അങ്ങേക്കിത് എന്ത് പറ്റി? അനാദികാലത്തിന്റെ ചരിത്രം പേറുന്ന ഈ യഹൂദ പാരമ്പര്യത്തെ, ഈ കയ്യപ്പാസിന്റെ പവിത്രമായ പൗരത്വത്തെ വെറും ഒരു തച്ചന്റെ മകൻ ചോദ്യം ചെയ്യുന്നു. ഗുരു, അങ്ങയുടെ ഈ അസ്വസ്ഥത എന്നെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. അംഗബലമോ ആയുധങ്ങളോ ഇല്ലാത്ത ആ തച്ചൻ എങ്ങനെ നമ്മൾ വെല്ലുവിളിക്കും? അവൻ വെല്ലുവിളിക്കുന്നത് സർവസേനയുടെ അധികാരത്തെയല്ല, മറിച്ച് നമ്മുടെ ആചാരങ്ങളെയാണ്. യഹൂദാചാരങ്ങളില്ലാതെ അധികാര സംരക്ഷണം നമുക്ക് സാധ്യമല്ല. 1000 വാളിനേക്കാൾ മൂർച്ചയാണ് അവന്റെ ആശയങ്ങൾക്ക്. അവനെ ഒരു ദേശദ്രോഹിയായി വകവരുത്താതെ നമ്മുടെ പാരമ്പര്യത്തിൽ നിലനിൽപ്പില്ല. അതെങ്ങനെ സാധ്യമാകും? അത് സാധ്യമാകണമെങ്കിൽ ആയുധബലം മാത്രം പോരാ, അവന്റെ നീക്കങ്ങളെ നമ്മൾ മുൻകൂട്ടി അറിയണം. അവനിൽ ഒരാളായി മാറണം. അതിനൊരാളെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്. ചാരവിദ്യയിൽ തന്ത്രശാലി, രാജതന്ത്രത്തിൽ അഗ്രഗണ്യൻ. എന്റെ കാതുകളായി അവൻ ജെറുസലേം വീടുകളുണ്ട്. അവനോട് എത്രയും വേഗം എന്നെ വന്ന് മുഖം കാണിക്കാൻ പറയും. പോലെ ശരി, ഗുരുവിനോട് അന്വേഷണം അറിയിക്കും. തീർച്ചയായും ഇതിന് പണമായി എന്തെങ്കിലും തരേണ്ടതുണ്ടോ? അരുത്. ഗുരുവോട് വരുന്നത് തന്നെ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. പണമായിട്ടൊന്നും നൽകേണ്ടാത്തതുകൊണ്ട് യൂദാസിന് അതീവ സന്തുഷ്ടനായിരിക്കും. പ്രഭു, ഇവരൊക്കെ ആരാണ്? അവർ യേശുവിന്റെ ശിഷ്യന്മാരാണ്. അവർ ഇന്നിവിടെ സഹീവൻ നാളുകൾ പെസഹ ആചരിക്കാൻ എത്തുന്നു. നമുക്കിതിൽ പരമാനന്ദമുണ്ട്. നിനക്കറിയില്ലേ ഗുരുവിനെ? അദ്ദേഹം ദൈവപുത്രനാണ്. ഇത് തീർച്ചയായും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവർ ഒരു യൂദാസിനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നല്ലോ. ആരാണ് അയാൾ? അദ്ദേഹം അവരിൽ ഒരാളാണ്, യേശുവിന്റെ ശിഷ്യൻ. അവരുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവനാണ്. അതാ കയ്യപ്പാസിന്റെ സേവകൾ വരുന്നുണ്ട്. അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ നോക്കണം. ഇവൻ ആരാണ്? നമ്മെ കാണുമ്പോൾ ഇവൻ എന്തിനെത്ര പരിഭ്രമിക്കണം? മാർക്കസ്, ഒരുപാട് നാളിന്റെ കാത്തിരിപ്പാണ്. ഞാനിന്ന് ഗുരുവിന്റെ വസതിയിലെത്തും. 30 വെള്ളിക്കാശ് കരുതി വെക്കാൻ പറയൂ. ഇവിടെ നിന്ന് വേഗം പോകും. അനാഥനായും ശത്രുവായും അടിമയായും കുറെ നാളുകളായി ഞാൻ ഈ അവസരത്തിനായി പ്രയത്നിക്കുന്നു. ആ കാത്തിരിപ്പിന് എനിക്കൊരു സുവർണാവസരം തെളിഞ്ഞിട്ടുണ്ട്. നസ്രായനായ യേശു, നിനക്കുള്ള പെസഹ ഞാൻ ഒരുക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വചനം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന വചനത്തെ ആസ്പദമാക്കി സ്നേഹത്തിന്റെ അതിരുകൾ താണ്ടി ക്ഷമയുടെ വഴിയിലൂടെ ദൈവത്തിന്റെ പ്രകാശം മനുഷ്യ ഹൃദയത്തിൽ തെളിയുന്നു എന്നതിന്റെ ദൃശ്യാവിഷ്കാരം. മാർക്കസ്. മാർക്കസോടെ ഇതുവരെ എത്തിയില്ലല്ലോ. ക്ഷമിച്ചാലും വരും. യേശുവിനെ പോലെ ഒരു നിസ്സാരക്കാരനോ?
അവന്റെ ആശയങ്ങൾ യഹൂദ സാമ്രാജ്യത്തിന്റെ അടിവേരിളക്കുന്നതാണ്. അവനെ ശ്രവിക്കുന്ന കാതുകളാണ് അവന്റെ ശക്തി. ശ്രവിക്കുന്ന കർണങ്ങളാണ് അവന്റെ ബലമെങ്കിൽ അതിന് അറുത്ത കർണങ്ങളിൽ ശബ്ദം കൊടുക്കാൻ ഒരു പ്രഭാഷകനും കഴിയില്ല. മാർക്കസ്, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇതാ നീ പറഞ്ഞ 30 വെള്ളിനാണ്. എവിടെ എവിടെ യേശു? കുറച്ച് നാളുകൾ കൂടി കാത്തിരുന്നാലും ഗുരു, ഒരു വൻമരം പിഴുതെറിയണമെങ്കിൽ ആദ്യം അതിന്റെ അടിവേരാക്കണം. യൂദാസ് അകത്തേക്ക് വരും. കറിയാത്തക്കാരൻ യൂദാസ്, യേശുവിന്റെ മുതൽപ്പിടുകാരൻ. വാക്കുറപ്പിച്ചോളിതാ, നിനക്ക് ഞങ്ങളുടെ ഒരു ഉപഹാരം. മാർക്കസ്, ഇനി നിന്റെ ഊഴ. എന്റെ പിതാവേ, സാധ്യമെങ്കിൽ മാത്രം എന്നിൽ നിന്നും അവൻ പോട്ടെ. എങ്കിലും എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. സമയമെടുത്തിരിക്കുന്നു. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നസ്രായനായ യേശുവിനെ. അത് ഞാനാകുന്നു. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. ഗുരു സ്വസ്തി. ഒരു ചുംബനം കൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റുകൊടുക്കുന്നുവോ? വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കും. ഇനി സമയം പാഴാക്കാനില്ല, നമുക്ക് പോകാം. അത് ഗുരു, ഗുരു, നിങ്ങൾ എന്റെ ഗുരുവിനെ എവിടേക്കാണ് കൊണ്ടുപോയത്? എന്റെ ഗുരു എവിടെ? നിങ്ങളുടെ ഗുരു എന്നോട് ക്ഷമിക്കുമോ? എന്റെ ഗുരു എന്നോട് ഇപ്പോഴേ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു സ്വയം പീഡാനുഭവത്തിലേക്കും കുരിശുമരണത്തിലേക്കും നടന്നെടുക്കുമ്പോഴും തന്റെ പ്രവൃത്തിയിലൂടെ ഈശോ നമ്മോട് അരുളി ചെയ്യുന്നു. ഈ ലോകം എത്ര ക്രൂരമായാലും നമ്മുടെ ഹൃദയം ദയ കൊണ്ട് നിറയട്ടെ.